രാധാകൃഷ്ണൻ വെള്ളാപ്പള്ളി നടേശൻ ഈ SNDP യോഗത്തിൻ്റെ മുഖപത്രമായിട്ടുള്ള യോഗനാഥത്തിൽ രക്തസാക്ഷിയാകാനും തയ്യാർ എന്നുള്ള പേരിലൊരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഇവിടെ നടക്കുന്ന മതപ്രീണനത്തിനെ പറ്റി തുറന്നു പറഞ്ഞതിനെതിരെ ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, UDFകാർ, CPMകാരൊക്കെ രംഗത്ത് വരുന്നുണ്ട്. അതിനെതിരെ ഇത് പറഞ്ഞത് തെറ്റാണെങ്കിൽ ഇനിയും ഞാനിത് പറയും എന്ന് പറയുന്നതാണ്. ആ കൂട്ടത്തിൽ അദ്ദേഹം രാജ്യസഭയിലേക്ക് ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെ ഈ മുന്നണി മാറ്റമൊന്നുമില്ലാതെ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒഴിവ് വന്ന 3 രാജ്യസഭാ സീറ്റുകളിലേക്ക് LDF 2 മുസ്ലിങ്ങളെയും UDF 1 ക്രിസ്ത്യാനിയെയും നോമിനേറ്റ് ചെയ്തതിലെ അനീതി ചൂണ്ടിക്കാണിച്ചതാണ് ഞാൻ ചെയ്ത പാതകം. കേരളത്തിൽ ആകെയുള്ളത് 9 രാജ്യസഭാ സീറ്റാണ്. അതിൽ 5 പേരും മുസ്ലിങ്ങളാണ്, 2 പേർ ക്രിസ്ത്യാനികളും. ജനസംഖ്യയുടെ പകുതിയിലേറെയുള്ള ഹിന്ദുക്കൾക്ക് 2 മുന്നണികളും കൂടി നൽകിയത് 2 സീറ്റാണ്. മുൻഗണന എപ്പോഴും ഈ മുന്നണികൾക്ക് മതത്തിനാണ്. ഹൈന്ദവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ വരെ ന്യൂനപക്ഷങ്ങളെ സ്ഥാനാർത്ഥികളാക്കുമ്പോൾ മലപ്പുറത്തും കോട്ടയത്തും മറിച്ച് ചിന്തിക്കാൻ ഇവർക്ക് ധൈര്യമില്ല. എറണാകുളത്ത് KJ ഷൈനെയും മലപ്പുറത്ത് വസീഫിനെയും കോട്ടയത്ത് തോമസ് ചാഴികാടനെയും മത്സരിപ്പിക്കുന്ന ഇടതുപക്ഷം ഹിന്ദു ഭൂരിപക്ഷമുള്ള ആലപ്പുഴയിൽ AM ആരിഫിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ മാത്രമാണ് മതേതരമാകുന്നത്. ശരിയല്ലേ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത ഉണ്ട് അതിനകത്ത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടത് മുന്നണി ഈഴവരാതി പിന്നാക്ക വിഭാഗങ്ങൾ, ആ ഈഴവരാതി പിന്നാക്ക വിഭാഗം എന്നുള്ളത് അങ്ങേക്കറിയാലോ, അല്ല EMSൻ്റെ ഒരു പ്രയോഗമാണത്. അത് വളരെ സുപ്രധാനമായ ഒന്നാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ ആരൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് മന്നത്ത് പത്മനാഭൻ്റെ ഒരു സർക്കാസ്റ്റിക് കമൻ്റ് ഉണ്ട്. വളരെ സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞേക്കണതാണ്. അത് ജനിച്ച ചോകോൻ, നശിച്ച നായർ, പിഴച്ച നസ്രാണി, ഇങ്ങനെയാണ് മന്നം അന്ന് അതിനെ വിശേഷിപ്പിച്ചത്. ആ ജനിച്ച ചോകോൻ എന്ന് പറഞ്ഞാൽ ഈഴവരാതി പിന്നാക്ക ആണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അവരാണ്. തീർച്ചയായിട്ടും ശരിയാണ്. കാശുള്ള നായന്മാരെല്ലാം കോൺഗ്രസിൻ്റെ പിന്നാലെ പോയപ്പോൾ കാശില്ലാത്ത നായന്മാർ സ്വാഭാവികമായിട്ടും അഭയം പ്രാപിച്ചത് കമ്മ്യൂണിസ്റ്റുകളെയാണ്. ന്യൂനപക്ഷങ്ങളിൽ നിന്ന് അങ്ങനെ കാര്യമായ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവേശനം ഉണ്ടായിട്ടില്ല. അതിൽ കുറച്ച് ക്രിസ്ത്യാനികൾ വന്ന് മന്നം പറഞ്ഞതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മന്നം അതിനകത്ത് മുസ്ലിങ്ങളെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല എന്നുള്ളതാണ്. അത് ഏതാണ്ട് ശരിയാണ്. കാരണം മുസ്ലിം ജനവിഭാഗം ഒരിക്കലും ഇവിടുത്തെ മെയിൻ സ്ട്രീം രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗമായി മാറിയിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസ്സിലുണ്ട് എന്ന് പറഞ്ഞ ദേശീയ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ദേശീയ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവർ മറ്റ് ജാതി മതസ്ഥരുടെ വോട്ട് കിട്ടി ജയിച്ചു പോകുന്നവർ എന്നല്ലാതെ അവർക്ക് മുസ്ലിങ്ങളുടെ വ്യാപകമായ വോട്ട് കിട്ടി ജയിക്കുന്നവരല്ല. അതിനൊരു മാറ്റം സംഭവിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ വടകരയാണ്. കാരണം വടകര ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ വന്ന ഇപ്പോഴത്തെ പേരെന്താണ്, #, അല്ലേ, # വടകരയുടെ പുതിയാപ്പിള വന്നിരിക്കുന്നു, വടകരയുടെ മരുമകൻ വന്നിരിക്കുന്നു എന്നൊക്കെയാണ്. അവിടെ മുതൽ അത് മതപരമായ ഒരു ഛായ നൽകിയിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മുൻപ് അങ്ങനെയല്ല. മുൻപ് ദേശീയ മുസ്ലിമായിട്ട് മത്സരിക്കുന്നവർ തോറ്റുപോകുന്നുണ്ട്. ഉദാഹരണത്തിന് കൊച്ചുണ്ണി മാഷ് മട്ടാഞ്ചേരി തോറ്റുപോയത് ഓർക്കാവുന്നതാണ്. കൊച്ചുണ്ണി മാഷ് മട്ടാഞ്ചേരി തോറ്റുപോയി. മുസ്ലിങ്ങൾ കൊച്ചുണ്ണി മാഷ്ക്ക് അന്ന് വോട്ട് ചെയ്തില്ല. അപ്പോൾ മുസ്ലിങ്ങൾ അവരുടെ സ്വാഭാവിക കക്ഷിയായി എടുത്തിട്ടുള്ളത് ഇവിടുത്തെ മെയിൻ സ്ട്രീം പാർട്ടികളെ അല്ല. പക്ഷേ ഇപ്പം സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മെയിൻ സ്ട്രീം പാർട്ടികളെല്ലാം മത്സരിച്ച് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. CPI പോലും പ്രകാശ് ബാബുവിനെ വെട്ടി നിർത്തിയിട്ട് സുനീറിനോടല്ല, പ്രകാശ് ബാബുവിനെ പോലെ വളരെ സീനിയറായ പക്വതയുള്ള ഒരു നേതാവിനെ വെട്ടി നിരത്തിയിട്ട് സുനീറിന് കൊടുത്തതിനെക്കുറിച്ച് അതിൻ്റെ പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞത് എന്താണ്, ഞങ്ങൾ ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉറപ്പാക്കിയതാണെന്നാണ്. സുനീറിന് കൊടുത്തതിനെക്കുറിച്ച്
അദ്ദേഹം മികച്ച പാർട്ടിക്കാരനാണെന്നല്ല പറഞ്ഞത്, അദ്ദേഹം മികച്ച ന്യൂനപക്ഷക്കാരനാണ്. ആ ന്യൂനപക്ഷക്കാരൻ അതിൽ വേറൊരു ഇതുണ്ട്. കാരണം ഇവർ വെട്ടി നിരത്തി നശിപ്പിച്ച് നാറാണക്കല്ല് പറിപ്പിച്ചത് ഇസ്മയിലിനെയാണ്. ആ ഇസ്മയിലിനെതിരെ ഇത് കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടറാണ് ഈ സുനീർ. അപ്പോൾ സുനീറിന് കൊടുക്കുകയാണ്. അതാണ് പറഞ്ഞത്, ഞങ്ങൾ ന്യൂനപക്ഷം നോക്കിയതാണ്. കാരണം പ്രകാശ് ബാബുവിന് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അതിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വളരെ കാര്യമാണ്. എങ്ങനെയാണ് 9 രാജ്യസഭാ അംഗങ്ങളിൽ 5 പേരും ഒരു പ്രത്യേക സമുദായത്തിലാവുന്നത്? ഹിന്ദുക്കൾക്ക് ഒന്നും കിട്ടാതെ വന്നു കഴിഞ്ഞാൽ പുലരുന്നതാണ് മതേതരത്വം എന്നാണെങ്കിൽ വെള്ളാപ്പള്ളി പറയുന്നത് ആ മതേതരത്വം വേണ്ട എന്നാണ്. മാത്രമല്ല, ഇനി വയനാട്ടില് ഒരു മുസ്ലിമാണ് വരുന്നത്, മുസ്ലിം വരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മുസ്ലിമാണ് വരിക, അവിടെയും വരുന്ന ഒരു മുസ്ലിം ആയിരിക്കും. അതെ. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചോദിക്കും, മുസ്ലിങ്ങൾ 78 ലക്ഷം ഇല്ല. 78 ലക്ഷം ഉണ്ട്, പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഈ 78 ലക്ഷം എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? മലപ്പുറം ജില്ലയിലെ പല നിയോജക മണ്ഡലങ്ങളിലും മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളാണ്. ആ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ മത്സരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ലക്ഷത്തിൻ്റെയും 3 ലക്ഷത്തിൻ്റെയും ഒക്കെ ഭൂരിപക്ഷം ഒരു അസംബ്ലി സെഗ്മെൻറ്റിൽ കിട്ടിയെന്നിരിക്കാം. പക്ഷേ 3 ലക്ഷം കിട്ടിയാലും MLA ഒന്നേ ഉണ്ടാവുകയുള്ളൂ. അതെ. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ ക്ലസ്റ്റേർഡായിട്ട് കിടക്കുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടുന്നുണ്ട്. അതെ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷവും ഈഴവരാതി പിന്നാക്ക വിഭാഗക്കാരെ അപ്പാടെ അവഗണിക്കുന്ന ഒരു സമീപനം മാർക്സിസ്റ്റ് പാർട്ടി എടുത്തു എന്ന് ഈഴവ സമുദായത്തിന്റെ സമുന്നത നേതാവ് എന്ന നിലക്ക് വെള്ളാപ്പള്ളി പറയാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട് ഈ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിനെ പറ്റി. ഇങ്ങനെയാണ് പറയുന്നത്: തൃശ്ശൂരിൽ സുരേഷ് ഗോപി പാട്ടുംപാടി ജയിച്ചത് എങ്ങനെയാണെന്ന് എന്നെ ക്രൂശിക്കാൻ വരുന്നവർ ചിന്തിക്കുന്നത് നല്ലതാണ്. മതവിവേചനവും മതവിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രിസ്ത്യാനികളുടെ വോട്ടാണ് സുരേഷ് ഗോപിയുടെ തുറുപ്പുചീട്ട്. ഇത്രയും കാലം BJPയെ എതിർത്തവരാണ് ക്രൈസ്തവ സമൂഹം. ഇരുമുന്നണികളുടെയും മുസ്ലിം പ്രീണനവും മുസ്ലിം ലീഗിന്റെയും കുറെ മുസ്ലിം സംഘടനകളുടെയും അഹങ്കാരവും കടന്നുകയറ്റവും സഹിക്കാനാവാതെ വന്നപ്പോൾ ക്രൈസ്തവർ BJPയെ രക്ഷകരായി കണ്ടു. സുരേഷ് ഗോപിയും ഭാര്യയും ചേർന്ന് ആലപിച്ച ക്രൈസ്തവ ഭക്തിഗാനമാണ് ഇപ്പോൾ അവരുടെ ഭവനങ്ങളുടെ ആരാധന ഗാനം. ഇന്നലെ ലൂർദ് പള്ളിയിലും സുരേഷ് ഗോപി ആ പാട്ട് പാടി. അതായത് ക്രിസ്ത്യാനികൾക്കിടയിൽ ഈ മാറ്റം കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു. കാരണം ഈ ക്രിസ്ത്യാനികൾ വളരെ പെട്ടെന്ന് എടുത്തത് അത് UDFും LDFും മത്സരിച്ച് ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മണിപ്പൂർ വിഷയമായിരുന്നു. മണിപ്പൂർ വിഷയം വന്ന സമയത്ത് അവിടെ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു എന്ന പ്രചരണം നടത്തി. ഹിന്ദുക്കൾ ആക്രമിക്കുന്നത് കൊണ്ട് നരേന്ദ്രമോദി ഹിന്ദുക്കളെ സഹായിക്കുന്നതിന് വേണ്ടി കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്ന പ്രചരണം നടത്തി. കേരളത്തിൽ നിന്നുള്ള ക്രൈസ്തവ MP-മാർ അവിടെ പോയിട്ട് അവിടെ ഓരോ സ്ഥലത്തും കയറി ഇറങ്ങി നടന്നു. തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥികൾ 3 പേരും വന്നിരുന്ന ഇരുന്ന ഒരു സന്ദർഭത്തിൽ ഏതോ ഒരു ചാനലിൻ്റെ ചർച്ചയായിരുന്നു. ഈ പ്രശ്നം ഹൈബി ഈഡൻ ഉന്നയിക്കുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, അതൊരു 2 ഈ ട്രൈബുകൾ തമ്മിലുള്ള മത്സരമാണ്. അത് സംവരണത്തിനെ സംബന്ധിച്ച് അല്ല, അത് സംവരണത്തെ സംബന്ധിച്ച് മാത്രമല്ല, 2 ട്രൈബുകൾ തമ്മിൽ ഈ ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ ആഗോള വ്യാപകമായിട്ട് എല്ലായിടത്തും ഉണ്ട്. അതിനെ ദയവ് ചെയ്തിട്ട് മതവൽക്കരിച്ച് നിങ്ങൾ പറയല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല. പക്ഷേ ഇപ്പോൾ 2 പ്രമുഖ സഭാ നേതാക്കന്മാർ, സഭാ പരമാധ്യക്ഷന്മാർ പറഞ്ഞു അത് ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് എന്ന്. അത് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അവർ പറഞ്ഞില്ലെങ്കിലും അതിന് ശേഷം അവർക്ക് ആ ബോധ്യം വന്നു എന്നുള്ളത് ഞാൻ സ്വാഗതം ചെയ്യണം. ഇത് ആളുകൾക്ക് ബോധ്യമാവില്ലേ? അതെ. പിന്നെ മോദി ഗവൺമെൻറ് രാമൻ ഒരു കാര്യം അറിയാമോ? മോദി ഗവൺമെൻറ് നടപ്പിലാക്കിയ സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളുള്ള ജില്ല മലപ്പുറമാണ്. BJPക്ക് അവിടെ നിന്ന് വോട്ട് കിട്ടുന്നില്ല എന്നുള്ള കാര്യം അറിയാമല്ലോ. അപ്പോൾ മതത്തെയോ ജാതിയെയോ വോട്ട് വിഹിതത്തെയോ ആശ്രയിച്ചുകൊണ്ടല്ല ഈ ഇന്ത്യയിൽ
വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളതും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും ക്ഷേമ പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതും. ഈ സത്യം ആളുകൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ആ സത്യം തിരിച്ചറിയുമ്പോൾ ഇനി മറ്റൊന്നില്ലേ, ലവ് ജിഹാദ്. ലവ് ജിഹാദിൻ്റെ ഇരകളാക്കപ്പെടുന്നത് ഹിന്ദുക്കളെ പോലെ തന്നെ ക്രിസ്ത്യാനികളുണ്ട്. അതെ, എത്രയോ പേരുണ്ട്. അതിനെക്കുറിച്ച് പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ട് പിതാവ് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കല്ലറങ്ങാട്ട് പിതാവിൻ്റെ വസതിയിലേക്ക് മുസ്ലിങ്ങൾ ജാഥ നടത്തി, വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്. ഇതെങ്ങനെയാണ് ശരിയാകുന്നത്? ലോകത്ത് മുസ്ലിം മതത്തെയും മുസ്ലിം മതത്തിലെ കാര്യങ്ങളെയും മാത്രം വിമർശിക്കരുത് എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? മുസ്ലിങ്ങളെ വിമർശിച്ചു കഴിഞ്ഞാൽ മതേതരത്വം തകരും എന്നുണ്ടെങ്കിൽ മതേതരത്തിൽ തനിക്ക് താല്പര്യമില്ല എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. ഈ സാദിഖലി ചന്ദ്രയ്ക്ക് കൊടുത്ത അഭിമുഖത്തിലും ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടെന്ന് ആദ്യം പറഞ്ഞത് CPM ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. BS അച്യുതാനന്ദൻ അത് പറഞ്ഞിരുന്നു. BS അച്യുതാനന്ദൻ അത് പറഞ്ഞിരുന്നു, CPM അത് പറഞ്ഞിരുന്നു. മാത്രവുമല്ല, ഈ 4 കല്യാണം കഴിക്കുന്ന സമ്പ്രദായം നിർത്തണമെന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞത് ആരാണ്? EMS അല്ലേ? അപ്പം എന്താ പറഞ്ഞത്? 2 കെട്ടും 4 കെട്ടും EM-ന്റെ ഓളയും കെട്ടുമെന്നല്ലേ ഇവിടുത്തെ മുദ്രാവാക്യം ഉണ്ടായിരുന്നത്? അന്നവർ EMS-നെതിരായിരുന്നു. അപ്പോൾ EM അവർക്ക് എത്ര സഹായം ചെയ്തു കഴിഞ്ഞാലും അവരുടെ മതത്തിൻ്റെ ക്രക്സ് പ്രശ്നങ്ങളിൽ അവർ വിട്ടുവീഴ്ച ചെയ്യില്ല. അത് മാറ്റി വെച്ചുകൊണ്ട് ഒരു മതേതര സങ്കല്പത്തെക്കുറിച്ച് അവർ ആലോചിക്കുന്നുമില്ല. മാത്രമല്ല, ഈ വെള്ളാപ്പള്ളി കുറച്ച് നീണ്ട ലേഖനാണ്. അതിൻ്റെ അകത്ത് പിന്നീട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടായ ഒരു മാറ്റം ഉണ്ടല്ലോ, ഇതുപോലൊരു മാറ്റമാണ് ഈഴവരിലും ഉണ്ടായി വരുന്നത്. വെള്ളാപ്പള്ളി തന്നെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനാണ് SNDPയുടെ വോട്ട് എന്നന്ന് തുറന്നു പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ CPM-ന്റെ കോർ വോട്ട്, ബേസ് വോട്ട്, അത് മാറുകയാണ്. അത് നിങ്ങൾ തിരിച്ചറിയണം എന്ന് പറയുന്നുണ്ട്. അത് വളരെ സത്യമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, SNDP യോഗം മാത്രം വിചാരിച്ച്, ഈഴവ സമുദായം മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ 2 അസംബ്ലി സെഗ്മെൻറ്റുകളിലെ വിധി നിർണ്ണയിക്കാൻ കഴിയും. അതൊന്ന് ചേർത്തലയും 2 കായംകുളവുമാണ്. ഞാൻ മത്സരിക്കുന്ന സമയത്ത്, ഞാൻ അവിടെ മത്സരിക്കാൻ വേണ്ടി പോകുമ്പോൾ രാമന് അറിയാലോ, 44,000 വോട്ടാണ് BJPയുടെ അക്കൗണ്ടിൽ ആകെ ഉള്ളത്. എനിക്ക് മുൻപ് മത്സരിച്ചതാണെങ്കിൽ ആലപ്പുഴക്കാരനായ ഒരു സീസൺഡ് പൊളിറ്റീഷ്യനാണ് താമരാക്ഷൻ. അദ്ദേഹം പലവട്ടം MLA ആയിട്ടുണ്ട്, RSPയുടെ നേതാവായിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്ന, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം മത്സരിച്ചപ്പോഴാണ് ഈ 44,000 വോട്ട് കിട്ടിയത്. അതാണ് 1,88,000 ആക്കി ഉയർത്താൻ എനിക്ക് കഴിഞ്ഞത്. അത് 21 ദിവസത്തെ പ്രവർത്തനം കൊണ്ട് 14% വോട്ടാണ് അവിടെ ഒറ്റയടിക്ക് വർദ്ധിച്ചത്. അത്രയും വോട്ട് BJPയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു സ്ഥലത്തും കൂടിയിട്ടുമില്ല. അപ്പോൾ അത് വന്ന സമയത്തും രാമൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എനിക്ക് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ സ്ഥലങ്ങളിലൊന്ന് ചേർത്തലയും പിന്നെ കായംകുളവുമാണ്. ചേർത്തല നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ആരിഫിന് 19,000 വോട്ട് കിട്ടിയത്. അതുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ചേർത്തലയിലെ പാർട്ടി സഖാക്കളായ ഈഴവരെല്ലാവരും പാർട്ടി പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. പക്ഷേ പാർട്ടി പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന വെറും കൂലിപ്പട്ടാളം മാത്രമാക്കി പാർട്ടി പരിഗണിക്കുന്നു എന്ന് ബോധ്യം വന്നപ്പോഴാണ് അവർ മാറി ചിന്തിച്ചതും ഈ പ്രാവശ്യം ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്തത്. അതെ, കായംകുളത്തും അതുപോലെ തന്നെ കായംകുളത്ത് 2ാം സ്ഥാനത്തേക്ക് ശോഭ എത്തുന്നു എന്ന് പറഞ്ഞു, ഹരിപ്പാട് എത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഈഴവ സമുദായ അംഗങ്ങൾ, ഈഴവരാതി പിന്നാക്ക വിഭാഗങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടി അവരെ വെറും കൂലിക്കാരായി മാത്രം, അടിമകളാക്കി മാത്രം കാണുന്നു. അവർ പറഞ്ഞാൽ എന്തും അനുസരിക്കും എന്നുള്ളത്, അതിന് മാറ്റം വന്നു എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ആ മാറ്റം തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. അത് മാറും. അടുത്ത തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ പരിതാപകരമായിരിക്കും. രമേശ് ചെന്നിത്തലയും പേടിക്കണം. രമേശ് ചെന്നിത്തല തീർച്ചയായിട്ടും പേടിക്കണം. രമേശ് ചെന്നിത്തലക്ക് അല്ലെങ്കിൽ തന്നെ പേടി വരേണ്ടതാണ്. അതായത് ഒരാൾക്കും ഒരു നിയോജക മണ്ഡലവും ഒരാളുടെയും കുത്തകയല്ല, അങ്ങനെ ആരും കരുതേണ്ടതില്ല. ജനാധിപത്യ സംവിധാനമാണ്.
അങ്ങനെ ഉണ്ടായിരുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബേസ് വോട്ട് എന്ന് പറയുന്ന ആ വോട്ടിൽ മാറ്റം വരാറുണ്ടായിരുന്നില്ല. ആ കേഡർ വോട്ടുകളെന്നാണ് പറഞ്ഞിരുന്നത്. ആ കേഡർ വോട്ടുകൾ മാറി എന്ന് മാത്രമല്ല, ഇനി ആ മാറ്റം വളരെ വേഗത്തിലായിരിക്കും എന്നുള്ള കാര്യമാണ് വെള്ളാപ്പള്ളി പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ചെന്നിത്തലയ്ക്ക് ഈ റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പറ്റും? ഇല്ല, അവിടെ പോയി കഴിഞ്ഞാൽ രക്ഷയില്ല. അതിലും നല്ലത് കേരളം തന്നെയാണ്. അല്ലെ, എസ് പിയുടെ വോട്ട് വേണ്ടി വരും അവിടെ. കോൺഗ്രസിന് വോട്ടില്ലല്ലോ. അല്ല, അത് കോൺഗ്രസിന് വോട്ടില്ല. എസ് പി ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ രാജസ്ഥാനിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തേണ്ടി വരും. അല്ല, അദ്ദേഹം മത്സരിക്കുന്നുണ്ടെങ്കിൽ മത്സരിക്കുന്നത് ഒരു സംശയവും വേണ്ട, ഹരിപ്പാട് തന്നെ ആയിരിക്കും. പക്ഷേ ഹരിപ്പാടൊന്നും അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ള കാര്യം എല്ലാവരും അറിയണം. കാരണം ഇവരൊക്കെ മത്സരിച്ച് മുസ്ലിം പ്രീണനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മത്സരിച്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലേലം വിളിക്കുന്ന രീതിയിലാണ്. ആ ലേലം വിളി അവസാനിപ്പിക്കണം എന്നാണ് വെള്ളാപ്പള്ളി പറയാതെ പറഞ്ഞിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ ആ പ്രസ്താവന ആലപ്പുഴ മാത്രമല്ല, നമ്മുടെ മധ്യ കേരളത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ വെള്ളാപ്പള്ളി പറഞ്ഞത് കൂടുതൽ വേറൊന്നും കൂടിയുണ്ട്. കോട്ടയം നിയോജക മണ്ഡലം പോലുള്ളൊരു നിയോജക മണ്ഡലത്തിൽ ഈ ഈഴവ സമുദായത്തിൻ്റെ സാന്നിധ്യം വളരെ ശക്തമാണ്. പക്ഷെ അതൊക്കെ ഇഗ്നോർ ചെയ്യപ്പെടുകയാണ്. അതൊക്കെ തൃപ്പൂണിത്തുറയിൽ എൻ്റെ നാട്ടിൽ നിന്ന് ടി കെ രാമകൃഷ്ണനെ മാറ്റിയപ്പോൾ കോട്ടയത്ത് പോയി നിന്നിട്ടാണ് മത്സരിച്ച് ജയിച്ചത്. ഈ കോട്ടയം പാർലമെന്റ് സെഗ്മെന്റിൽ ഏറ്റവും ശക്തമായ ഒരു സാന്നിധ്യമുള്ള അല്ലെങ്കിൽ ശക്തമായ സമുദായമാണ് ഈഴവർ. അതൊക്കെ മാറ്റിവെച്ചിട്ടാണ് ഈ ചെയ്യുന്നത്. അത് ശരിയല്ല എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. ഈഴവർ തിരിച്ചറിയട്ടെ, അത് തിരിച്ചടിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.